ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പച്ച നേന്ത്രക്കായും അച്ചിങ്ങപ്പയറും വെച്ചിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ്. മെഴുക്കുപുരട്ടിയെന്നോ ഉപ്പേരിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല രുചിയാണ് ഈ ഒരു മെഴുക്കുപുരട്ടി ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു 1/4 കിലോ അച്ചിങ്ങപ്പയറാണ് എടുത്തിട്ടുള്ളത്. അതിൽ മൂത്ത പയറെല്ലാം പൊളിച്ച് ഇതുപോലെ അതിലെ പയറുമണികൾ മാത്രമായിട്ട് എടുക്കാം. എപ്പോഴും അച്ചിങ്ങപ്പയർ നമ്മൾ ഉപ്പേരി വെക്കാനും മെഴുക്ക് പുരട്ടി വെക്കാനൊക്കെ എടുക്കുമ്പം ഇങ്ങനെ പയറുമണികളും കൂടി ഉള്ളതാണ് അതിനൊരു നല്ല രുചി കിട്ടുക. ഈ രീതിയിൽ അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇടത്തരം വലിപ്പത്തിലുള്ള കായാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് കഴുകി കറയെല്ലാം കളഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു 10-20 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഈ ഉള്ളി ആദ്യം ചെറുതായിട്ടൊന്ന് ചതച്ച ശേഷം ഇനി ഇതിലേക്ക് ഇതുപോലെ ചതച്ച മുളകാണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ മുളക് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക, പിന്നെ മുളകിൻ്റെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാൻ 2 ടീസ്പൂൺ ചതച്ച മുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ പയറും കായയും വെന്ത് വന്ന് ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതിന് രുചി. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ ഇട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള കായും പയറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അല്ലാതെ കുത്തി ഇളക്കരുത്. ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ തോർന്നു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണിത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ. അപ്പം ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്